ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നെൻ്റെ ഡേ 4 ആണ്. ഞാൻ ഇന്ന് എക്സസൈസും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം നടക്കുന്നതാണ് സെലക്ട് ചെയ്തത്. നിങ്ങൾ ഇച്ചിരി വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും നടക്കുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് നല്ല മുട്ടുവേദന ആരംഭിക്കും. ഞാൻ 85 കിലോ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സുംബ ഡാൻസ് ആയിരുന്നു. അപ്പോൾ അത് യൂട്യൂബിൽ ഡാൻസ് വിത്ത് ദീപ്തി എന്ന ചാനൽ നോക്കിയാണ് ഞാൻ സുംബ ചെയ്തു തുടങ്ങിയത്. നിങ്ങൾക്ക് അത് ആദ്യം ചെയ്യുമ്പം അരമണിക്കൂറൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ആദ്യം ഒരു 10 മിനിറ്റ്, അത് കഴിഞ്ഞ് 15 മിനിറ്റ്, അങ്ങനെ പയ്യെ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് അരമണിക്കൂർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. യോഗ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങളോടൊക്കെ നന്നായിട്ട് കളിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അരമണിക്കൂർ കൊണ്ട് നമ്മുടെ ശരീരം നന്നായിട്ട് വെറുക്കുന്ന കണക്കിന് ചെയ്താൽ മതി. ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഈ സോസൊക്കെ യൂസ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നവരോട് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു മാസത്തിൽ ഒരു 3 കിലോ കുറയുക എന്നാണ്. നിങ്ങൾക്ക് അതിന് മേലെ കുറയാൻ ആഗ്രഹമാണെങ്കിൽ നിങ്ങൾ ഈ സോസൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. എനിക്ക് ഇച്ചിരി പിസ്സ ബർഗറൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ കൊതി വരും അല്ലേ, അപ്പോഴും ഞാൻ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പിന്നെ ഞാൻ എക്സ്ട്രാ ചീസ് അല്ലെങ്കിൽ ബട്ടറൊക്കെ അപ്പോഴതിൽ ഒഴിവാക്കും. അങ്ങനെയൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുന്നേ ഉള്ളൂ. പിന്നെ ഒരു ചപ്പാത്തി കഴിച്ചൊന്നും അവന് വയറെന്ന് പറയൂ, അല്ലെങ്കിൽ ഇയാൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന മാത്രമാണോ കഴിക്കുന്നത്, അതോ എക്സ്ട്രാ കറിയൊക്കെ പിന്നെ എടുക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് ഇല്ല, ഞാൻ വീഡിയോയിൽ എന്താണോ കാണിക്കുന്നത് അത് മാത്രമാണ് കഴിക്കാറ്. പിന്നെ ഒരു ചപ്പാത്തിയും കറിയും മാത്രം കഴിച്ചാൽ നമുക്ക് നല്ല വിശക്കും. പകരം നിങ്ങൾ ഒരു ചപ്പാത്തി എടുക്കുമ്പോൾ അത് ഈ കൂട്ടത്തിൽ നിറയെ ഫ്രൂട്ട്സോ വെജിറ്റബിൾസൊക്കെ എടുക്കുക. അതേപോലെ പ്രോട്ടീനും ഉണ്ടോ എന്ന് നോക്കി കഴിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കത് ധാരാളമാണ്. നിങ്ങൾ ഈ 3-4 ചപ്പാത്തി കഴിച്ചുകൊണ്ടിരുന്നിട്ട് ഒറ്റയടിക്ക് ഒരു ചപ്പാത്തി ആക്കിയാൽ നല്ല വിശക്കും. അതിനേക്കാളും ഇപ്പോൾ 3 ചപ്പാത്തി കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ ആദ്യമൊക്കെ 2 ചപ്പാത്തി ആക്കുക. എന്നിട്ട് നിറയെ ഫ്രൂട്ട്സും വെജിറ്റബിൾസോ പിന്നെ പ്രോട്ടീനും കറിയൊക്കെ ആയിട്ട് കഴിക്കുമ്പോഴേക്കും വയറ് ഫുള്ളായിട്ടുള്ളൊരു ഫീൽ വരും. പിന്നെ പയ്യെ കുറച്ചാൽ മതി. ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്നാണ്. നിങ്ങൾ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് എന്നോട് പറയുകയും വേണം കമൻസ് ആയിട്ടൊക്കെ. ഇടയ്ക്കൊക്കെ എനിക്കും തോന്നും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഞാൻ വെറുതെയാണോ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കും പിന്നെയും നല്ല ഇതായിട്ട് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേറ്റാണ്. അപ്പോൾ ശരി, നമുക്ക് നാളെ കാണാം. ബൈ.